ഇതാണ് യങ് പ്രൊഫഷണൽ വിസ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ബാലറ്റ് ആണ്. എൻ്റർ ദ ബാലറ്റ് എന്ന് കൊടുക്കുക. ഈ എൻ്റർ ദ ബാലറ്റിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ക്യൂലോട്ട് എൻ്റർ ആകുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്യൂല് ഇപ്പൊ വന്നേക്കുന്ന 54 മിനിറ്റ്സ് ഒക്കെയാണ്. 2 മിനിറ്റ്സ് ഒക്കെ കാണിച്ചിരുന്നത്. പക്ഷെ ഒറ്റയടിക്ക് ഇപ്പം അത്രമാത്രം ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ക്യൂവിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഇപ്പൊ കാണിക്കുന്നത് ലെസ് ദാൻ 1 മിനിറ്റ് ആണ്. അപ്പം അത് കഴിഞ്ഞ് ഉള്ളിലോട്ടായിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെ വരും. നമ്മുടെ ടേൺ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. ഇനി 25 മിനിറ്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ള 25 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇപ്പം നമ്മൾ ഉള്ളിലോട്ടാകുമ്പം ഇന്നാകുമ്പോഴത്തേക്ക് ഒരു ശബ്ദം കേൾക്കും. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പം നേരത്തെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ സൈൻ ഇൻ കൊടുത്താൽ മതി. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പുതിയ ആളാണെങ്കിൽ മാത്രമാണ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ സൈൻ ഇൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്ത കുട്ടി ആയതുകൊണ്ടാണ്. ഇപ്പോൾ പാസ്പോർട്ട് നമ്പർ അടിക്കുക. പാസ്പോർട്ട് നമ്പർ അടിച്ച് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അത് കഴിയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അടിച്ചു കൊടുത്ത് കഴിയുമ്പം നമുക്ക് ഒരു SMS നമ്മൾ നേരത്തെ കൊടുത്തതാണല്ലോ. അപ്പം ഞാൻ മെയിലിലാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. മെയിലിൽ കണ്ടിന്യൂ കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നിങ്ങളുടെ ഈ കാണുന്ന ഇമെയിലിലോട്ട് ഒരു OTP പോയിട്ടുണ്ട്. അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. നമുക്ക് 10 മിനിറ്റ് സമയമുള്ളത്. നമ്മൾ ഇമെയിലിൽ വന്നിരിക്കുന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം നമ്മൾ ഉള്ളിലായി, ഇന്നായി. ഇനി നമുക്ക് ഓൾറെഡി ഇപ്പം ഇന്ത്യ യങ് പ്രൊഫഷണൽ ബാലറ്റ് ഈ പ്രാവശ്യത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തേക്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി അപ്ലൈ ചെയ്തവർ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്രാവശ്യവും ട്രൈ ചെയ്യുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 16th July 2024 നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഇനി ഡിക്ലറേഷൻ ആദ്യം തന്നെ കോണ്ടാക്റ്റിന്റെ പ്രിഫറൻസ് കൊടുക്കണം. ഇതിനകത്ത് ഏതാണെന്ന് കൊടുക്കുന്നത് നമ്മൾ പഴയ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. സേവ് അത് തന്നെയാണ് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നത്തത് അപ്പം അത് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണല്ലോ. ഇതാ കംപ്ലീറ്റഡ്, ഐഡന്റിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി. ഇനി അടുത്തത് നമ്പർ 2 ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ്റെ സമയത്ത് നമ്മൾ ഏജ് ഓവർ 18 ആണെന്നുള്ളത് കൺഫേം ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ പ്രൊവൈഡ് എവിഡൻസ്, നമ്മൾ ഇന്ത്യൻ ആണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യണം. ബാച്ചുലർ ഡിഗ്രി എന്നുള്ളത് ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ എല്ലാം നേരത്തെ തന്നെ ലാസ്റ്റ് ടൈം അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അപ്ലൈ ചെയ്തവർ രണ്ടാമത് ചെയ്യുമ്പം വലിയ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാസ്പോർട്ട് ചോദിക്കും. പാസ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ എവിടെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ ഫോണിലോ എവിടെന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാസ്പോർട്ട് ഡൗൺലോഡായി ആക്കി വെച്ചേക്കുന്നത് എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എത്രയും ചെയ്താൽ മതി. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അപ്ലോഡും ആയിട്ടുണ്ടാവും. ഇതാ കണ്ടിന്യൂ. അനദർ ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ആവശ്യമില്ല. പാസ്പോർട്ട് മാത്രം കൊടുത്താലും മതി. അനദർ ഫയൽ എന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം കണ്ടിന്യൂ. ഇത് ഞാൻ പിന്നെയും പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർക്കാണ്. അല്ലാത്തവർക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒരു ക്രിയേറ്റ് അക്കൗണ്ട് കൂടെ ചെയ്യാനുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് കൺഫേം ആൻഡ് അപ്ലോഡ് കൊടുക്കുക. കൺഫേം ആൻഡ് അപ്ലോഡ് കൊടുത്ത് കഴിയുമ്പം നിങ്ങളുടെ എവിഡൻസ് അപ്ലോഡഡ് ആണ്. നമ്മുടെ എവിഡൻസ് അപ്ലോഡ് ആയെന്ന് പറഞ്ഞു. ഇതുണ്ടോ, എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ. എന്നിട്ട് ലാസ്റ്റ് 4th സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പം കൺഫേം ആൻഡ് സബ്മിറ്റ് പറയും. അപ്പം നമ്മുടെ യൂണിക് നമ്പറൊക്കെ വന്നു, UAN നമ്പർ വന്നു. കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കഴിയുമ്പോഴത്തേക്കും നമുക്ക് UK ഗവൺമെൻറ്റിൻ്റെ മെയിൽ വരും. നമ്മൾ ബാലറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് മുമ്പോട്ട് പോവുക. കൺഫേം കൊടുക്കുക. കൺഫേം ആൻഡ് അപ്ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അവരുടെ ഡാറ്റാ ബേസിൽ വരും. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് കോപ്പി നമ്മൾ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പം
എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയുള്ളത് സബ്മിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കൺഫേം ആൻഡ് സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് നമുക്കൊരു PCC നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്ത ഒരു PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് വേണം. നിങ്ങൾ 2530 പൗണ്ട്സ് ഹോൾഡ് ചെയ്തിരിക്കണം. അത് 20 ഡേയ്സിൻ്റെ മെച്യൂരിറ്റിയിൽ നമ്മൾ കാണിക്കണം. എവിഡൻസ് യു ഹോൾഡ് എ ക്വാളിഫിക്കേഷൻ ഓഫ് ബാച്ചിലർ ഡിഗ്രി അറ്റ് RQF ലെവൽ 6 UK RQF ലെവൽ 6 ആൻഡ് എബോവ് ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓർ 3 ഇയേഴ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ നമുക്കുള്ളതല്ല, അത് ഒന്നും നോക്കണ്ട. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഇപ്പോൾ കൊടുത്തേക്കുന്ന പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യാണ്. ഇപ്പം നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഇപ്പം തന്നെ ഈ ആളുടെ ഇമെയിലിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ പോകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമുക്ക് ഈ ഇമെയിലോട്ട് ഒരു കോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. ആ കോഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവുകയാണ്. ഇപ്പോൾ കോഡ് അടിച്ച് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന് ആരെങ്കിലും ആക്സസ് കൊടുക്കണോ? വേണ്ട, നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. മീ ആണല്ലോ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആൾക്ക് അങ്ങനെ ആക്സസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം വരും. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് വന്നു. സൈൻ ഇൻ ഒരു പ്രാവശ്യം കൂടെ ഒരു OTP വരും. അതിന് സൈൻ ഇൻ കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ വെച്ചാണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. പാസ്പോർട്ട് നമ്പർ ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. പാസ്പോർട്ട് നമ്പർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അടിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് കഴിയുമ്പം നമുക്ക് ഈ കുട്ടിയുടെ ഇമെയിലിലോട്ട് ഒരു കോഡ് പോകും. എഗെയിൻ ഒരു കോഡ് പോകും. ആ കോഡ് നമുക്ക് എടുക്കണം. അവിടെ കോഡ് വന്നിട്ടുണ്ടാകും. ആ കോഡ് അടിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പേജിലോട്ട് പോവാണ്. നമ്മളിപ്പം സൈൻ ഇൻ ചെയ്തതാണല്ലോ. ഇനിയാണ് നമ്മൾ ബാലറ്റിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പം സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് കൂടെ കൊടുക്കേണ്ടത്. നേരത്തെ ചെയ്തവർക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരിക്കും. കോൺടാക്ട് പ്രിഫറൻസ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഇമെയിൽ അഡ്രസ്സ് തന്നെ മതിയോ എന്നോട് ചോദിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ കോൺടാക്ട് കംപ്ലീറ്റഡ് ആയി. പ്രിപ്പയർ ആപ്ലിക്കേഷൻ കൊടുക്കുക. പ്രിപ്പയർ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ 18 ഏജ് ഓർ എബോവ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വായിച്ചു നോക്കുക. അണ്ടർ 18 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇഫ് ഐ എം എ പേരൻറ്റ്, നമ്മൾ കുട്ടിയുണ്ട്, അണ്ടർ 18 ഉള്ളൊരു കുട്ടി ഉണ്ടെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഓക്കെ, കാരണം കൊച്ചിനെയും സ്പൗസിനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ എവിഡൻസ് കൊടുക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എവിഡൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടും എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സും നമുക്ക് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പാസ്പോർട്ടും എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സും കൊടുക്കാം. ആദ്യം തന്നെ അവർ തന്നെ ചോദിച്ചിട്ടുണ്ട് കോപ്പി ഓഫ് യുവർ പാസ്പോർട്ട് ഫ്രം ഇന്ത്യ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് മാത്രമുള്ളൊരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പാസ്പോർട്ട് കൊടുക്കാം. അത് നമ്മൾ എവിടെ വെച്ചാൽ സേവ് ചെയ്തൊക്കെ നടത്തുന്ന നമ്മൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ ഓൾറെഡി പാസ്പോർട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുക. ഇനി എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റോട് നമുക്ക് കൊടുക്കാനായിട്ട് ആഡ് അനദർ ഫയൽ കൊടുക്കുക. ആഡ് അനദർ ഫയൽ കൊടുത്തിട്ട് അപ്പോൾ അവർ ചോദിക്കും എന്ത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് ചോദിക്കും. നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. അപ്ലോഡ് കൊടുക്കുക. പറ്റിയല്ലോ, ഡിലീറ്റ്. വെയിറ്റ്. പിന്നെ അത് കഴിയുമ്പോൾ അത് കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ അപ്ലോഡ് എവിഡൻസ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അടുത്ത കാര്യങ്ങൾ കൊടുക്കുക. ഫയൽ ആഡഡ് പെട്ടു. ശരിക്കും നമുക്ക് എഡ്യൂക്കേഷൻ ഡോക്യുമെൻ്റ് കൊടുക്കണമെന്നൊന്നുമില്ല. പാസ്പോർട്ട് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. എനിവേ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേണാണ്. പുതിയ രീതിയിലുള്ള ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരുന്നതേ. അവർ പെർമിഷൻ ചോദിക്കുക, അത് ഓക്കെ പറയുക. കുക്കീസൊക്കെ ഓക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക.
ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ആക്സെപ്റ്റ് കൊടുത്ത് കുക്കീസൊക്കെ ആക്സെപ്റ്റ് കൊടുക്കുക. നമ്മൾ തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. മീ കണ്ടിന്യൂ കൊടുക്കുക. പേര്, നമ്മുടെ പേര്, സർനെയിം, പാസ്പോർട്ടിൽ എന്താണോ കിടക്കുന്നത് അത് തന്നെ വേണം എഴുതാനായിട്ട്. നമ്മൾ പേര് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ ഉള്ളത് നാഷണാലിറ്റിയാണ്. നാഷണാലിറ്റി നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആകുമ്പോഴത്തേക്കും ഇന്ത്യ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഒരു പേജ് വരും, അതിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ കൺട്രി ഓഫ് ഇഷ്യൂ ഏതാണ്, പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ചോദിക്കും. എക്സ്പയറി മാത്രമേ ചോദിക്കുകയുള്ളൂ, എക്സ്പയറി ചോദിക്കും, അത് കൊടുക്കുക. അടുത്ത പേജിലോട്ട് ചെല്ലുമ്പം അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് സൈൻ ഇൻ ചെയ്യുകയാണ് നമ്മൾ. അതിനുള്ള ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ നമ്മളുടെ ഏതാണോ രജിസ്റ്റേർഡ് ഇമെയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സ് അത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം ആ കുട്ടിയുടെ ഇമെയിലിലോട്ട് ഒരു കോഡ് പോയിട്ടുണ്ടാവും. ഈ കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അപ്പം ആ ഇമെയിലിലോട്ട് ഒരു കോഡ് പോയിട്ടുണ്ടാവും. 10 മിനിറ്റ്സ് നമുക്ക് സമയമുണ്ട് ഈ കോഡ് എടുക്കാനായിട്ട്.